പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടിൽ സൺറൈസേഴ്സിനെതിരെയാണ് പഞ്ചാബ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അൺബീറ്റൺ ആയിട്ട് സൈഡായിട്ടാണ് ഈ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പഞ്ചാബ്. ഈ മത്സരം കഴിയുമ്പോഴാണെങ്കിലും അവർ അൺബീറ്റൺ തന്നെയാണ്. ടോസ് നേടിയിട്ട് അവർ ബോളിംഗ് തിരഞ്ഞെടുക്കായിരുന്നു. SRHനെ ബാറ്റിങ്ങിന് വിടുന്നുണ്ടായിരുന്നു. ആ ഒരു പിച്ചിൽ അവർ ചേസ് ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കുമായിരുന്നു. അവർ ബോളേഴ്സിൽ അവർക്ക് കുറച്ചുകൂടി വിശ്വാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കളികളിലെല്ലാം നന്നായി ബോൾ എറിയുന്നത് നമ്മൾ കണ്ടതാണ് പഞ്ചാബിൻ്റെ ബോളേഴ്സ് എല്ലാം. പക്ഷേ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഇതുവരെ നല്ല രീതിയിൽ തുടക്കത്തിൽ അടിച്ച് കളിക്കാതിരുന്ന ട്രാവിസ് ഹെഡ് ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും ഒരു നല്ല വെടിക്കെട്ട് പ്രകടനം ബാറ്റിങ്ങിൽ കാഴ്ചവെക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അവർ രണ്ടുപേരും ഒരു ഫയറി സ്റ്റാർട്ട് കൊടുത്തപ്പോൾ പവർ പ്ലേയിൽ തന്നെ അവരെ സ്കോർ 100 കിടക്കുന്നത് കണ്ടു. അഭിഷേക് 18 ബോളിലാണ് 50 അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 8 ഓവർ കഴിയുമ്പോഴേക്കും 120 റൺസ് ഇവരെ ഒരു പാർട്ട്ണർഷിപ്പിൽ അവർക്ക് സ്കോറിലേക്ക് ചേർക്കാനായിട്ട് പറ്റി. അപ്പോൾ ഈ മെയിൻ ബോളേഴ്സിനും കാര്യങ്ങൾക്കൊന്നും കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ നടത്താതെ വന്നപ്പോൾ 6ാമത്തെ ബോളിംഗ് ഓപ്ഷനായിട്ട് ശശാങ്ക് സിങ്ങിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ശ്രേയസ്. പക്ഷേ അത് ഫലം കാണുന്നതായിട്ട് കണ്ടു. ആ ഓവറിൽ തന്നെ ഹെഡിൻ്റെയും അഭിഷേകിൻ്റെയും വിക്കറ്റ് ശശാങ്ക് എടുക്കുന്നതായിട്ട് കണ്ടു. അതൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം ഇഷാൻ കിഷൻ വന്നിട്ട് അടിക്കാനായിട്ട് ശ്രമിച്ചു. ഇഷാൻ കിഷൻ നല്ല രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇഷാൻ്റെ വിക്കറ്റ് നഷ്ടമാവുന്നത്. അർഷദീപ് എറിഞ്ഞ ഓവറിൽ അതൊരു ഫ്രീക്കി ക്യാച്ചാണ് യാൻസൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് അതൊരു 6 ആവുന്ന ഉറപ്പിച്ച ബോളായിരുന്നു. യാൻസൺ ഇങ്ങനെ ബൗണ്ടറി ലൈനിലൂടെ ഓടി വരുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എത്താൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലായിരുന്നില്ല ബോൾ നടന്നത്. പക്ഷേ യാൻസൺ ഓടി വന്നിട്ട് വളരെ സിമ്പിളായിട്ടാണ് ആ ബോൾ ഒന്ന് ജസ്റ്റ് നമ്മളിപ്പോൾ ഈ എന്തെങ്കിലും ഒരു സാധനം എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി എടുക്കുന്ന പോലെയാണ് യാൻസൺ ആ ബോൾ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ക്യാച്ചിന് വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം വലിയ കാര്യങ്ങളുള്ള ഒരുപാട് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലെയറാണ്. പക്ഷേ എറിഞ്ഞ അർഷദീപ് വരെ മുഖത്ത് കൈവച്ചിട്ടാണ് ഇരിക്കേണ്ടത്. അത് എങ്ങനെ എടുത്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു വിക്കറ്റ് കൂടി പോയോട് കൂടിയിട്ട് ഒരു ഇന്നിങ്സിൻ്റെ ഒരു മൊമെൻറ്റ് ചെറുതായി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ്സിന് ഒരു സ്ഥലത്ത് നിന്ന് ഉറച്ച് കളിക്കുന്നതായിട്ട് കണ്ടു. അതിനുശേഷം വന്ന അനികേത് വർമ്മയ്ക്ക് അധികം റൺ എടുക്കാനായിട്ട് പറ്റില്ല. ഒന്നും തുടക്കത്തിലൊന്നും അടിച്ച് വന്നായിരുന്നു. പക്ഷേ ഒരു റണ്ണൗട്ടിൽ വിക്കറ്റ് നഷ്ടമായി. സലിൽ ശർമ്മയാണെങ്കിലും പിന്നെ കാര്യമായിട്ട് അടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നല്ലൊരു തുടക്കം കിട്ടിയിട്ട് 8 ഓവറിൽ 120 എത്തിയിട്ട് പോലും അവർക്ക് ആ ഒരു സ്കോറിലേക്ക്, അതായത് അവരുടെ ടോട്ടൽ സ്കോറിലേക്ക് ഒരു 240 250 എത്തിക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. പിന്നീട് പറഞ്ഞ ബാറ്റ്സ്മാൻമാരെ അടിക്കാനായിട്ട് നോക്കിയെങ്കിലും കാര്യമായിട്ടുള്ളൊരു ഫിനിഷ് അവർക്ക് നെയ്തെടുക്കാനായിട്ട് പറ്റിയില്ല. 18 ഓവർ കഴിയുമ്പോൾ 206 റൺസ് അവരുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ലാസ്റ്റ് 2 ഓവറിൽ വെറും 13 റൺസാണ് അവർക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈവൻ ക്ലാസ്സിനും നിതീഷ് റെഡ്ഡി ഒക്കെ ക്രീസിലുണ്ടായിരുന്നപ്പോൾ പോലും. അങ്ങനെ അവർ 219 റൺസിന് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു. എന്നാലും ഭേദപ്പെട്ട ഒരു സ്കോർ തന്നെയായിരുന്നു. 220 റൺസ് ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുള്ള കാര്യമല്ല, നമുക്കറിയാം. പക്ഷേ പ്രിയാൻഷാരിയും പ്രഭ്സിമ്രനും വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണോ അഭിഷേകും ഹെഡും അടിച്ചു തുടങ്ങിയത് അതേപോലെ തന്നെ അടിച്ചിട്ടാണ്. രണ്ടുപേരും ഓപ്പണിങ്ങിൽ സൺറൈസേഴ്സിൻ്റെ ഓപ്പണേഴ്സ് എങ്ങനെയാണോ അടിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ഏകദേശം 100 റൺസിന് അടുത്തെത്തിയ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ആദ്യം പ്രിയാൻഷിൻ്റെ വിക്കറ്റ് നഷ്ടമായി. പ്രിയാൻഷ് 16 ബോളിലാണ് 50 അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രഭ്സിമ്രനും 50 അടിക്കുന്നുണ്ട്. പക്ഷേ ഓപ്പണേഴ്സിൻ്റെ രണ്ടുപേരെയും വിക്കറ്റ് പെട്ടെന്ന് അവർക്ക് നഷ്ടമായി. അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന കൂപ്പർ കൊണോളിക്കാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു സംഭാവന കൊടുക്കാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനും വിക്കറ്റ് പോയി. പിന്നീട് ശ്രേയസ് അയ്യർ തകർത്തടിച്ച് കളിക്കുന്നതാണ് കണ്ടത്. ആ അടിച്ചു തുടങ്ങിയ ശ്രേയസ് അയ്യർ കളി നിർത്തുന്നത് വരെ ക്രീസിലുണ്ടായിരുന്നു. പഞ്ചാബിനെ ജയിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. നേഹൽ വധേര ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്നിട്ട് കാര്യമായിട്ട് സപ്പോർട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിലും ശ്രേയസിന് കൂട്ടായിട്ട് അവിടെ ഒരാളായിട്ട് ക്രീസിലുണ്ടായിരുന്നു. അങ്ങനെ ശ്രേയസ് 69 റൺ എടുത്തിട്ട് കളി ജയിപ്പിക്കുന്നതാണ് കണ്ടത്. പഞ്ചാബ് ഇപ്പോൾ അവരുടെ 3ാമത്തെ ജയം നേടിയിട്ടുണ്ട്. ഒരു കളി അവർക്ക് കൊൽക്കത്തയായിട്ടുള്ള കളിയിൽ മഴ മൂലം നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എന്നിരുന്നാൽ പോലും അവരിപ്പോഴും അൺബീറ്റൻ ആയിട്ടുള്ള സൈഡായിട്ട് തുടരുകയാണ്. സൺറൈസേഴ്സ് നല്ല രീതിയിൽ ബാറ്റർമാർ ഫോം കണ്ടെത്തിയെങ്കിൽ അവരുടെ ബോളർമാർക്ക് കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് പറ്റില്ല. ശിവകുമാറാണ് നന്നായിട്ട് സൺറൈസേഴ്സിനായിട്ട് ബോൾ ചെയ്തത്. ഫസ്റ്റ് ഇന്നിങ്സിൽ ആരാണോ പഞ്ചാബിന് ബ്രേക്ക് ത്രൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ശശാങ്ക് സിംഗ് തന്നെയാണ് വിന്നിംഗ് റണ്ണും അടിച്ചിട്ടുണ്ടായിരുന്നത്. അഭിഷേക് ശർമ്മയായിരുന്നു ആ ഒരു ഓവർ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാര്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. 2 ഓവറോളം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വളരെ കുറച്ച് റണ്ണ് മാത്രമേ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ 7 ബോൾ ബാക്കി നിൽക്കുകയാണ് പഞ്ചാബ് ജയിച്ച് കയറിയിട്ടുള്ളത്. സൺറൈസേഴ്സിന് ഈ സീസണിൽ നല്ലൊരു തുടക്കം ലഭിച്ചിട്ടില്ല. ഇനി അതിൻ്റെ പോരായ്മകളൊക്കെ അവർ അടുത്ത കളിയിലേക്ക് തീർക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കും. വീഡിയോ ഇഷ്ടമെങ്കിലൊന്ന് ലൈക്ക് ചെയ്യും.